വകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച PV അൻവർ കോൺഗ്രസിലേക്ക് അടുക്കുന്നു. മുന്നോട്ടുള്ള രാഷ്ട്രീയ പദ്ധതി പ്രഖ്യാപിക്കാൻ ഇന്ന് വാർത്താ സമ്മേളനം. കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ അറസ്റ്റിനെ തുടർന്നുള്ള വീരപരിവേഷം UDF പ്രവേശനം സാധ്യമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജയിലിലടച്ച PV അൻവറിന് പ്രതിപക്ഷ നിരയുടെ പിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങളും ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരും അൻവറിന് പിന്തുണയുമായി എത്തിയതോടെ PV അൻവറിന്റെ കരുത്ത് വർദ്ധിക്കുകയാണ്. ജയിൽവാസത്തിൽ നിന്ന് ലഭിച്ച പുതിയ ഊർജവുമായി പുറത്തിറങ്ങിയ അൻവർ ആദ്യം വിളിച്ച് നന്ദി അറിയിച്ചത് UDF നേതാക്കളോടാണ്. UDF ലീഡേഴ്സിനെ കാണണം. നമുക്ക് പിന്തുണ നൽകിയ മലയോര മേഖലയിലെ ഈ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ കാണേണ്ടതുണ്ട്. ഇനി ഈ ഒരു സംവിധാനത്തെ ഇപ്പൊ നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ്. അതിൽ ഒരു കാരണവശാലും ഈ ബില്ല് അവിടെ പാസ്സാവാൻ പാടില്ല. UDFന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് ഉറപ്പിച്ച അൻവർ അനൗപചാരിക ചർച്ചകൾ പലവട്ടം കഴിഞ്ഞിട്ടുണ്ടെന്ന് ആവർത്തിച്ചു. പഴയ ഇടത് MLA ഇനി പിണറായി വിജയനും സർക്കാരിനുമെതിരെ UDFനൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്നാൽ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് UDF ഔദ്യോഗികമായി നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ജനകീയ വിഷയത്തിൽ പ്രതികരിക്കവെയുണ്ടായ നടപടിയിൽ ഇടത് സംഘടനകൾക്കുള്ളിലും അൻവറിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഇന്ന് നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെയും തുടർ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തും. എന്തായാലും ജയിൽവാസത്തിനു ശേഷം കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് അൻവർ മുന്നോട്ടു പോകുന്നതെന്ന് വ്യക്തം. ന്യൂസ് മലയാളം, മലപ്പുറം.